ഹായ് ഓൾ, വെൽക്കം ടു ഹനാമി ക്രിയേഷൻസ്. രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം വെളിയിലോട്ടൊന്നും നോക്കിയില്ല. ഇപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വെറുതെ വെളിയിലോട്ട് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശരിക്കും ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേനും ഒരു 1-2 പ്രാവശ്യമൊക്കെ മഞ്ഞ് പെയ്ത് അങ്ങനെ അങ്ങോട്ട് പോകുന്നതാണ്. പിന്നെ നമുക്ക് ഇച്ചിരി ഹില്ലി പോലത്തെ സ്ഥലങ്ങളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും മഞ്ഞൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഈ ടോക്കിയോയിൽ അങ്ങനെ ഭയങ്കര കാര്യമായിട്ട് മഞ്ഞ് പെയ്യാറില്ല. ഇടയ്ക്കൊക്കെ വരാറുണ്ട്, ഒരു 1-2 പ്രാവശ്യമൊക്കെ ചിലപ്പോൾ വരാറുണ്ട്. ഈ മഞ്ഞ് ഇങ്ങനെ പെയ്യുന്നത് കാണുമ്പോൾ നല്ല അടിപൊളി ഫീലാണ് കേട്ടോ. പക്ഷേ ഒരു 2-3 ദിവസം അടുപ്പിച്ച് മഞ്ഞ് പെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫീലൊക്കെ പോകും. നമുക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല, ഭയങ്കര തണുപ്പ് കൂടുതലായിരിക്കും. പക്ഷേ നമുക്കിപ്പം മഞ്ഞ് വെളിയിൽ വന്ന് റോഡൊക്കെ നിറഞ്ഞിരിക്കുവാണെങ്കിൽ വെളിയിലൊന്നും പോകുന്നില്ലെങ്കിൽ കാണാൻ അടിപൊളിയാണ്. യൂഷ്വലി ഇവിടെ ഇങ്ങനെ ഈ മഞ്ഞ് പെയ്ത് ലാസ്റ്റ് ഒരു മഞ്ഞ് പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് സ്പ്രിംഗ് സീസണായി സക്കുറയൊക്കെ പതുക്കെ വന്നു തുടങ്ങും. പക്ഷേ ലാസ്റ്റ് ഇയറൊക്കെ ഫെബ്രുവരിയിലായിരുന്നു അങ്ങനെ മഞ്ഞ് വന്നുകൊണ്ടിരുന്നത്. ഫെബ്രുവരിയിൽ ഏതെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസമൊക്കെ മഞ്ഞ് പെയ്ത് അതോടുകൂടി അങ്ങോട്ട് വിൻ്റർ അവസാനിക്കുകയാണ് ചെയ്തിരുന്നത്. ഇതിപ്പം മാർച്ച് ലാസ്റ്റ് ആയപ്പോഴാണ് മഞ്ഞ് വീഴുന്നത്. ഇവിടെ ടോക്കിയോയിലൊക്കെ റോഡിൽ ഇങ്ങനെ മഞ്ഞ് പെയ്താലും മഞ്ഞ് റോഡിൽ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഭൂമിക്കടിയിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ ചൂടുവെള്ളം വെളിയിലോട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് ഇവിടെ ജപ്പാനിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് മഞ്ഞ് പെയ്യുന്ന സ്ഥലങ്ങളിൽ. ഇപ്പം നമ്മൾ ഫുജി ഏരിയയിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ മിക്കവാറും നല്ല രീതിയിൽ മഞ്ഞ് കാണും. അല്ലെങ്കിൽ സപ്പോറോ എന്ന് പറഞ്ഞിട്ടൊരു ഐലൻഡ് ഉണ്ട്, അവിടെയൊക്കെ പോവുകയാണെങ്കിൽ എപ്പോഴും മഞ്ഞായിരിക്കും. അപ്പോൾ ആ ഏരിയയിലൊക്കെ ഈ റോഡിൽ ഭൂമിക്കടിയിൽ നിന്ന് ചൂടുവെള്ളം വരുന്ന ഒരു സിസ്റ്റം ഇവിടെ ജപ്പാനിലുണ്ട്. അതുകൊണ്ട് മഞ്ഞ് ഇങ്ങനെ റോഡിൽ വന്നിട്ട് എപ്പോഴും കിടക്കില്ല. യൂറോപ്യൻ കൺട്രീസിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ രാവിലെ വണ്ടികൾ വന്ന് ഉപ്പ് ഇടുകയും മഞ്ഞ് റിമൂവ് ചെയ്യുകയൊക്കെ ചെയ്യണമായിരുന്നു പണ്ട്. പക്ഷേ ഇപ്പോൾ ഈ സിസ്റ്റം വന്നതോട് കൂടിയിട്ട് അങ്ങനത്തെ പരിപാടികളൊന്നും കാര്യമായിട്ട് ചെയ്യണ്ട. രാവിലെ പെയ്തുകൊണ്ടിരുന്ന മഞ്ഞൊക്കെ പോയി കേട്ടോ. ഞാൻ വിചാരിച്ചു മഞ്ഞ് രാത്രിയിലൊക്കെ മഞ്ഞായിരിക്കും, അല്ലെങ്കിൽ നന്നായിട്ട് മഞ്ഞ് പെയ്തിട്ട് രാത്രിയാകുമ്പോൾ ഫുള്ള് മഞ്ഞായിരിക്കും എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷേ ആ മഞ്ഞൊക്കെ പോയി, മഴയും പോയി. ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും നല്ല സണ്ണിയായി, വെതറൊക്കെ നല്ല അടിപൊളിയായി. അപ്പം എന്തായാലും രാവിലെ മഞ്ഞ് പെയ്തപ്പോഴത്തേനും ഇങ്ങനെ ഒന്ന് മൂടി പുതച്ച് കിടന്ന് ഉറങ്ങാനൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു മൂഡിലായിരുന്നു. അപ്പോൾ ഓർത്ത് ഇന്നാൽ പിന്നെ നൈറ്റ് വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ വെളിയിൽ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. മോൾക്ക് എക്സാം ആയിരുന്നു പറഞ്ഞില്ലേ, അപ്പോൾ ആൾ എക്സാമൊക്കെ കഴിഞ്ഞ് വന്ന് കളിക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ആൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഇനി താഴെ പാർക്കുണ്ട്, മീൻസ് നമ്മളുടെ അപ്പാർട്ട്മെൻറ്റ് താഴെ വലിയ പാർക്കാണ്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും കാണും, ഏതെങ്കിലും ഒരു പാർക്കിൽ കാണും. അപ്പോൾ അവിടെ പോയി ആളെയും വിളിച്ചിട്ട് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുക. അപ്പോൾ നമ്മൾ എന്താ കഴിക്കണമെന്നും ആ കാഴ്ചകളൊക്കെ കാണിക്കാം. ഓക്കെ, ഇവിടുത്തെ ഫുഡ് കോർട്ടൊക്കെ എന്താ അടഞ്ഞു കിടക്കുന്നത്? ഈ മോസ് ബർഗറൊക്കെ ക്ലോസ് ആണോ? അല്ലല്ലോ, റിട്ടേൺ ഹിയർ അല്ല, ക്ലോസ് അല്ല. അല്ല, ഇന്ന് വീക്ക് ഡേ ആണല്ലോ അല്ലേ? വെറുതെ അല്ലേ ഇവിടെ ആള് കുറവ്? ഞാൻ ഓർത്ത് ഇന്ന് എന്താ ഇത്ര ആള് കുറവെന്ന്. അത് ശരിയാ, അതുകൊണ്ടായിരിക്കും ഇത്ര ആള് കുറവ്. നമുക്ക് ഈ ഷോപ്പിൽ കയറാം. ബാ, ഡോങ്ചേലല്ല, എന്തോ ഈ ഷോപ്പിന്റെ പേരെന്തോ ഒക്കാഷിനോ മച്ചി മച്ചി മച്ചിയോക്ക. ഒക്കാഷിനോ മച്ചിയോക്കയിൽ കയറിയല്ലോ. ഇങ്ങനത്തെ നമ്മൾ അവിടെ കണ്ട. ഇത് ഒരു 2 എണ്ണം എടുക്കാം. അമ്മച്ചും മമ്മിക്ക് ഒരു സ്മോൾ ബാസ്ക്കറ്റ് എടുത്ത് തരുമോ? ഷോപ്പിൻ്റെ ബാസ്ക്കറ്റ് ഫ്രണ്ടിൽ കാണും. സയ്യ. അയ്യോ, വണ്ടി വളയുന്നില്ലേ? വണ്ടി വളഞ്ഞില്ലെങ്കിൽ അവനിപ്പോൾ എടുക്കുവേ. അവൻ ഇങ്ങനെ വലിഞ്ഞു നിന്നിട്ട് എല്ലാ ചോക്ലേറ്റും നോക്കണ്ട്. തരാം, മേടിച്ചു തരും. അയ്യോ, അവനുള്ളത് എടുക്കട്ടോ. ഹൻസ് നിനക്ക് തരൂടാ. അവൻ ഇറങ്ങി സ്വന്തമായിട്ട് എടുക്കാനുള്ള പണി.
ഇവിടെ ഇരിക്കുന്ന ഈ ക്യാൻഡീസ് ഒക്കെ ഉണ്ടല്ലോ, ഈ ചോക്ലേറ്റ് ഇത് ഇങ്ങനെ എന്താണ് ഇതിനെന്താ പറയുക, നമ്മുടെ പോപ്സ്റ്റിക്കിൾസ് പോലത്തേത്, ഐസ്ക്രീം, ഇതൊക്കെ നമ്മൾ വീട്ടിൽ, ഈ ബർഗർ, ഇതൊക്കെ വീട്ടിൽ നമുക്ക് വന്നിട്ട് നമ്മൾ സ്വന്തമായി ഉണ്ടാക്കിയിട്ട് കഴിക്കേണ്ട. പിള്ളേർക്ക് ഇങ്ങനെ ഒരു ചുമ്മാ നല്ല രസമാണ് പിള്ളേർക്ക് അതിങ്ങനെ ഉണ്ടാക്കി അവർ കഴിക്കുമ്പോൾ. നമ്മൾ ഈ മിനി ബർഗറാണ് ഉണ്ടാക്കിയത്. ഇതിങ്ങനെ ഈ ബർഗറിൻ്റെ ഒക്കെ പൊടിയാണ്. ഇതിനകത്ത് ഇങ്ങനെ കുഞ്ഞു സാഷസ് കാണും, അതിനകത്തൊക്കെ ഓരോരോ പൊടി കാണും. അതിവർ പറയുന്ന അത്ര എമൗണ്ടിൽ നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് എല്ലാം ഇതിനകത്തുള്ള എല്ലാ സാധനവും, മീറ്റിൻ്റെ ഐറ്റം, ചീസ്, ടൊമാറ്റോ കച്ചപ്പ്, ഈ ബർഗറിൻ്റെ ഇതൊക്കെ ഭയങ്കര മിനിയേച്ചറായിട്ടുള്ള ഇത് ഇതിനകത്ത് അതിൻ്റെ സാഷസ് വെച്ച് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കണം. ഇത് ബ്ലൂ സോഡ കണ്ടോ? അയ്യോ സോറി. പിന്നെ എപ്പോഴേലും അല്ലേ എടുക്കുക. സോഡ കുലിക്ക് നോക്കുന്ന ആദ്യത്തെ വ്യക്തിയായിരിക്കും. നമ്മളിപ്പോ ഇവിടെ എന്തിനാ വന്നേ? ചോക്ലേറ്റ് നോക്കാൻ വന്നാ. അതാണെങ്കിൽ ഇങ്ങനത്തെ ഷോപ്പിൽ കയറുമ്പോഴേ ഈ കുറെ വെറൈറ്റി സാധനം കാണുമ്പം ഇപ്പൊ എന്തിനാ വന്നേ, എന്താ മേടിക്കേണ്ടത് കൺഫ്യൂഷൻ വരും. നല്ല രസം ഇത് കാണാൻ. ഇനി നേരെ ഫുഡ് കോർട്ടിൽ പോയിട്ട് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കട്ടെ കേട്ടോ. Yes. ഞങ്ങൾ ഒരു നിക്കു എസ്ഐ തമ്മയും 2 ഫ്രഞ്ച് ഫ്രൈസുമാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രഞ്ച് ഫ്രൈസ് ഞങ്ങൾ എന്തായാലും കഴിട്ട് വരും. നിക്കു എന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്റ് ആണ് കേട്ടോ. എസ് ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റബിൾ. അപ്പോൾ വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈ ചെയ്തിട്ട് അതിനകത്ത് മീറ്റ് ഇട്ടിട്ട് ഉള്ള നൂഡിൽസാണത്. അല്ല, നൂഡിൽസ് ഉണ്ടാവുമോ? എന്നാ വെള്ളം. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, കോള് വരും, അപ്പം നമ്മൾ പോയിട്ട് എടുക്കണം. നമ്മുടെ കോള് വന്ന് നമ്മൾ പോയിട്ട് എന്തൊക്കെയാ ചോദിച്ചത് അവിടെ പോയിട്ട്? ഫോർക്ക് ഉണ്ടോന്ന്. അപ്പോൾ ഫോർക്ക് ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ട് പിന്നെ ഇവിടുന്ന് തപ്പി എടുത്തിട്ട് ഇതാണ് നിക്കു യസായി തമേ. ചിക്കൻ നല്ല സോസിൻ്റെ ഒക്കെ സ്മെല്ല് വരുന്നുണ്ട്. എൻ്റെ വായിൽ വെള്ളം വന്നു ആക്ച്വലി. ക്യാബേജും സ്പ്രൗട്ട്സും ബീൻ സ്പ്രൗട്ട്സാണിത്. ഞാൻ എരിവുള്ളതാ പറഞ്ഞാണ്. ഈ വൈറ്റ് ഇത് ഭയങ്കര ഹെൽത്തി ഇതാണ് കേട്ടോ. പക്ഷേ ഇങ്ങനെ സാലഡ്സിനകത്തിട്ട് അങ്ങനെ കഴിക്കുമ്പോൾ ആക്ച്വലി എനിക്കിങ്ങനെ ഒരു കയ്പ്പ് പോലെ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് ഭയങ്കര ഹെൽത്തി ഫുഡാണ്, ഹെൽത്തി സാധനം ഇത്. പിന്നെ ക്യാബേജ്, ചിക്കൻ. ഇതിനകത്ത് നൂഡിൽസ് ഇല്ല കേട്ടോ. നമ്മൾ മറ്റേ അപ്പുറത്ത് കണ്ട അതിനകത്ത് നൂഡിൽസ്. You can try. It is spicy what daddy ordered, but no idea. Japanese spicy maybe. I do not like that. ഇതിനൊക്കെ കഴിക്കാൻ പറ്റില്ല. നല്ല എരിവുണ്ട്. എരിവുണ്ടോ? നല്ല എരിവ് മീൻസ് അവന് കഴിക്കാൻ പറ്റില്ല. ഞാൻ സ്പൈസി ചോദിച്ചു നോക്കി. അയ്യോ ചൂടേ. അത് സോസിന്റെ സ്മെല്ല് നല്ല. ഇത് സ്റ്റിർ ഫ്രൈഡ് വെജിറ്റബിൾസും മീറ്റും എന്ന് പറയില്ലേ. നമുക്കിപ്പോൾ ഞങ്ങൾ ചിക്കനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ചിക്കന് പകരം പോർക്കോ, ഇപ്പോൾ ഇവിടെ പോർക്കും ചിക്കനും മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്ത് വെജിറ്റബിൾസ് അല്ല എന്ത് മീറ്റ് ഇട്ടിട്ടും മീറ്റ് ഇടാതെ ഒക്കെ നമുക്ക് മേടിക്കാം കേട്ടോ. ഇത് വളരെ കോമൺ ആയിട്ട് ജാപ്പനീസുകാർ കഴിക്കുന്ന ഒരു ഡിഷാണ്. ഹെൽത്തിയുമാണ്. കാരണം റൈസ് ഒന്നും ഇല്ലല്ലോ, വെജിറ്റബിൾസും ചിക്കനും ആണല്ലോ. അപ്പോൾ പ്രോട്ടീനും ഫൈബറും ബാക്കി എല്ലാ മിനറൽസും എല്ലാം ഉണ്ടല്ലോ. നമ്മൾ വെറുതെ സാലഡ്സ് കഴിക്കുന്നതിനേക്കാളും ഈ സോസൊക്കെ ഉള്ളതുകൊണ്ടിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ്. പിന്നെ നല്ല സ്പൈസിയുമാണ്.
ചെറിയ പുളിയും നമ്മൾ എരിവ് പറഞ്ഞുകൊണ്ട് നല്ല എരിവും ചെറിയ മധുരവും നല്ല എരിവ്. എക്സ്ട്രാ സ്പൈസി പറഞ്ഞോ? കൺട്രി ചോദിച്ചു. ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ ഇവന്മാർ നല്ല എല്ലാവർക്കും ധാരണ ഉണ്ടാവും ഓരോ രാജ്യത്തിനും എത്ര സ്പൈസ് വേണമെന്ന്. ജാപ്പനീസുകാർ സ്പൈസ് ലെവൽ ഭയങ്കര ഇതാണ് കേട്ടോ. മീൻ അവർ കഴിക്കുകയില്ല, കഴിക്കും, പക്ഷേ നമ്മുടെ സ്പൈസ് ലെവൽ അവർക്ക് പറ്റൂല. എന്തായാലും ഞങ്ങളിത് കഴിച്ച് തീർക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് 100-ലൊക്കെ പോയിട്ട് കുറച്ച് ഷോപ്പിംഗ് കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. നമ്മളിവിടെ ഫുഡ് കഴിച്ചതിന് ശേഷം അതിൻ്റെ ട്രേയും ടിഷ്യൂ പേപ്പേഴ്സും കവേഴ്സും ഒക്കെ ഉള്ളത് അതിൻ്റെതായ ട്രാഷിൽ കൊണ്ട് ഡിസ്പോസ് ചെയ്ത് ഈ ട്രേസ് ഏത് ഷോപ്പിൻ്റെ ആണോ അതിൻ്റെ ക്ലീനിങ് ഏരിയയിൽ കൊണ്ടുപോയി വെക്കണം. Yummy. Mummy is cleaning and you are making it done. Trash. Yeah, put it in the trash. ഇവിടെ എല്ലാ ഷോപ്പിംഗ് മോളിലും നമ്മൾ ഈ വേസ്റ്റ് ട്രാഷിന്റെ ഏരിയയിലുണ്ടല്ലോ ഇങ്ങനെ വെച്ച് ടിഷ്യൂസ് അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ക്ലോത്ത് വെച്ചിട്ടുണ്ടോ വെറ്റാണ് നമ്മൾ കഴിച്ച ടേബിള് തുടച്ചിട്ടായിരിക്കും ഇവിടെ വരുന്ന ജാപ്പനീസുകാരും ബാക്കി എല്ലാ കൺട്രിക്കാരും അങ്ങനെ ഇവര് ഫോളോ ചെയ്യുന്നുണ്ട്, നമ്മൾ അവരെ ഫോളോ ചെയ്യുന്നു. ഇവിടെ ഇത് ക്ലീനിങ് സ്റ്റാഫ് ഉണ്ട്, പക്ഷെ അവർക്ക് ടേബിൾ ഒന്നും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവരും വരുന്ന കസ്റ്റമേഴ്സിന്റെ ക്ലീൻ ചെയ്ത് അടിപൊളിയാക്കിയിരിക്കും പോകുന്നത്. ഇപ്പൊ ഇവിടെയൊക്കെ കണ്ടില്ല, ഒരു ടേബിൾ പോലും ഒന്നും ഇല്ല, എല്ലാം പെർഫെക്റ്റ്. അതുപോലെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം കൂടെ ജപ്പാന്റെ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇവിടെ വാഷ് ചെയ്യാനൊക്കെ വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ സ്ട്രോളർ ഞങ്ങൾ ഫുഡ് കഴിച്ച ആ ടേബിളിന്റെ അവിടെയാണ്. ഞങ്ങളിപ്പോൾ ആ സ്ട്രോളറിൽ എൻ്റെ പേഴ്സും ഫോണും എല്ലാം ഇരിപ്പുണ്ട്. നമ്മൾ ഇവിടുന്ന് മേടിച്ച സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഞങ്ങൾ ഈ ഷോപ്പ് ഫുൾ ആ സ്ട്രോളർ ഇവിടെ വെച്ചിട്ട് പോയിട്ട് തിരിച്ചു വന്നാലും ആ സാധനങ്ങളൊക്കെ അവിടെ തന്നെ കാണും. ആ ഒരു കാര്യത്തിൽ ജപ്പാൻ എന്ന് പറയുന്നത് ജപ്പാൻ മാത്രമല്ല ഒരുപാട് കൺട്രീസ് ഉണ്ട്, പക്ഷെ അങ്ങനെ ആ പല കൺട്രീസിലും ഒരു വൺ ഓഫ് ദ കൺട്രിയാണ് ജപ്പാൻ. വളരെ സേഫ് ആണ്. നമുക്ക് നമ്മളുടെ പേഴ്സും സാധനങ്ങളും ഒക്കെ അവിടെ വെച്ചിട്ട് പോയാലും അത് അവിടെ തന്നെ ഇരിക്കും എന്നുള്ളതിൽ നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഇങ്ങോട്ട് നോക്ക്. ഞങ്ങൾ ഷോപ്പിംഗ് മോളിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ വീട്ടിലോട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മൾ ഇവിടെ ഒരു ഫോൺ ബൂത്ത് കണ്ടുട്ടോ. നമ്മൾ സ്ഥിരം കാണാറുള്ള ഫോൺ ബൂത്താണ്. നമ്മളുടെ ബിൽഡിങ്ങിൻ്റെ താഴെയും ഫോൺ ബൂത്ത് ഉണ്ട്. ഇത് വേറൊരു ഗവൺമെൻറ് അപ്പാർട്ട്മെൻ്റ് ആണ്, അതിൻ്റെ താഴെ ഫോൺ ബൂത്ത് ഉണ്ട്. നമ്മളിൽ പലരും, ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും നമ്മളിങ്ങനത്തെ ഫോൺ ബൂത്ത്, എസ്പെഷ്യലി എനിക്കൊന്ന് റെഡ് കളറായിരുന്നു എന്ന് തോന്നുന്നു, നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ ഫോൺ ബൂത്ത് ഒന്നും നാട്ടിൽ കാണാനേ ഇല്ല. പക്ഷേ ഈ ഫോണും മൊബൈൽ ഫോണും ടെക്നോളജിയും ഈ മെയിലും കാര്യങ്ങളും ഒക്കെ വന്നിട്ടും ജപ്പാനിൽ സ്റ്റിൽ ഈ ഫോൺ ബൂത്ത് പല സ്ഥലങ്ങളിലും വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഇപ്പോഴും 1,88,000 അടുത്ത് ഫോൺ ബൂത്തുകൾ ഉണ്ടെന്നാണ് കേട്ടോ കണക്ക് പറയുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് ഈ ടെക്നോളജിയൊക്കെ വന്നിട്ട് ഈ ഫോൺ ബൂത്ത് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എർത്ത് ഒക്കെ സ്ഥിരമായിട്ട്, അത് സുനാമി, എർത്ത് അങ്ങനത്തെ നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ സ്ഥിരമായിട്ട് വരുന്നൊരു രാജ്യമായതുകൊണ്ട് നമ്മുടെ മൊബൈലിൻ്റെ ഒക്കെ നെറ്റ്വർക്കും വൈഫൈ കണക്ഷൻസും ഒക്കെ പോകാൻ വളരെ ചാൻസ് ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ഈ ഫോണ് കണക്ഷൻ ഉണ്ടായിരിക്കും, നമുക്ക് വിളിക്കാൻ പറ്റും. അതിനാണ് മെയിൻലി ഈ ഫോണുള്ളത്. പിന്നെ ഇവിടെ പഴയ, അതായത് കുറച്ച് പ്രായമുള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഇപ്പോഴും ഈ ഫോണൊന്നും യൂസ് ചെയ്യുന്നത് ഇഷ്ടമില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അവരും ഈ ഫോണിനെ ചിലപ്പോൾ ആരെങ്കിലും ഒന്ന് വിളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതിനെയാണ് അവർ യൂസ് ചെയ്യുന്നത്. ഗവൺമെൻറ് ഓഫീസസ് അങ്ങനത്തെ കാര്യങ്ങളുടെയൊക്കെ ഫ്രണ്ടിലും ഈ ഫോൺ ബൂത്ത് കാണും. പോലീസ് ഓഫീസസിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ ഫോൺ ബൂത്ത് കാണും. അതായത് പെട്ടെന്ന് ആർക്കെങ്കിലും ഒരു എമർജൻസി ആരെങ്കിലും ഒന്ന് വിളിച്ച് എന്തെങ്കിലും ഒരു കാര്യം പറയണമെങ്കിൽ അങ്ങനെയുള്ള ഗവൺമെൻറ് ഓഫീസിൻ്റെ ഒക്കെ ഫ്രണ്ടിലും ഇങ്ങനത്തെ ഒരു ഫോൺ ബൂത്ത് കാണും. അത് മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ തന്നെ ജപ്പാനിൽ എവിടെയെങ്കിലും ഇപ്പോൾ ടൂറിസ്റ്റായിട്ട് വന്ന്, അല്ലെങ്കിൽ നമ്മളല്ലാതെ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മുടെ ഒന്ന് ഫോണിൻ്റെ ചാർജ് തീരുമോ, നമുക്കൊരു പെട്ടെന്ന് എന്തെങ്കിലും ഒരു എമർജൻസി വന്ന് നമ്മുടെ ഫോണിൽ നിന്ന് വിളിക്കാൻ പറ്റാതെ ഫോൺ ഹാങ് ആവുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ നമ്പർ നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് ഫോണിൽ നിന്ന് വിളിക്കാം. ഇവിടെ എമർജൻസി ആയിട്ടുള്ള പോലീസ്, ആംബുലൻസ്, അങ്ങനെയുള്ള എമർജൻസി നമ്പേഴ്സൊക്കെ ഈ ഫോൺ ബൂത്തിനുള്ളിൽ തന്നെ ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആർക്കാണോ അങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പെട്ടെന്ന് എമർജൻസി ആയിട്ട് വിളിക്കേണ്ടി വരുന്നത്, അപ്പോൾ കയറിയിട്ട് നമ്പർ അറിയില്ലെങ്കിൽ അത് നോക്കി വിളിക്കാൻ പറ്റും.
ഈ ഫോൺ ബൂത്തിനകത്ത് നമുക്ക് 10 എന്നും 100 എന്നും ആണ് കേട്ടോ ഇടാൻ പറ്റുന്നത്. പക്ഷേ എന്തെങ്കിലും ഒരു എമർജൻസി ഡിസാസ്റ്ററും കാര്യങ്ങളും നടക്കുന്ന സമയത്ത് നമുക്ക് 10 എൻ ഇട്ടാലും ഇത് വർക്ക് ചെയ്യും. നമ്മളുടെ ആവശ്യം എന്താണോ അതപ്പോൾ നടക്കും. പിന്നെ ഇവിടെ ഫ്രീ വൈഫൈ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഫോൺ ബൂത്ത് ഇവിടെ ആദ്യമായിട്ട് വന്നത് 1960-ലാണ് കേട്ടോ. മുന്നേ ഞാൻ എർത്ത് സുനാമിയൊക്കെ വരുമ്പോൾ നമുക്ക് വിളിക്കാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ. എമർജൻസിയുടെ സമയത്ത് നമ്മളുടെ ഫോൺ നെറ്റ്വർക്ക് കട്ടാവുന്നത് മാത്രമല്ല, അല്ലാതെ നമുക്ക് ഇപ്പോൾ ഒരു 3-4 ദിവസം നമ്മൾ എവിടെയെങ്കിലും കുടുങ്ങിപ്പോയി എർത്ത് ഒക്കെ കാരണമെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ചാർജ് തീരാം, നമ്മുടെ ചാർജർ ബാങ്കിലെ ചാർജ് തീരാം. അപ്പോൾ ഇത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ നമ്മൾ ഇതിലെ പോകുമ്പോൾ ബൈ ചാൻസ് നമ്മളുടെ ഫോൺ കളഞ്ഞു പോവോ തെഫ്റ്റ് ആവുമോ ചെയ്താൽ, തെഫ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ റെയർ കേസാണ്, ഇവിടെ അങ്ങനെ സംഭവിക്കാറില്ല. ബട്ട് സ്റ്റിൽ അങ്ങനെ നടന്നാൽ അപ്പോഴും നമുക്ക് ഈ ഫോണിനെ ആശ്രയിക്കാൻ പറ്റും. നമുക്ക് മേ ബി 90s 80s ആ കാലഘട്ടത്തിലൊക്കെ ഉള്ള പിള്ളേർക്കും, ഇപ്പോൾ പിള്ളേരെന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ ആൻറ്റിമാരും ചേച്ചിമാരും ഒക്കെ ആയവർക്കും ഇങ്ങനത്തെ ഫോൺ ബൂത്ത്, നാട്ടിലെ ഫോൺ ബൂത്തുകളിൽ ഒരുപാട് മെമ്മറി കാണും. ഇപ്പം ഞാൻ ഈ ഫോൺ ബൂത്ത് കാണുമ്പോൾ എപ്പോഴും കാണുമ്പോൾ നമുക്ക് ഒരുപാട് അങ്ങനത്തെ മെമ്മറീസ് ഉണ്ട്. മിക്കവാറും നമ്മുടെ ലൈനിനൊക്കെ വിളിക്കാനായിരിക്കും നമ്മൾ ഈ ഫോൺ ബൂത്ത് യൂസ് ചെയ്യുക. നമുക്ക് വീട്ടിൽ നിന്ന് വിളിക്കാനായിട്ട് വകുപ്പില്ല. അപ്പം നമ്മൾ കടകളുടെ ഒക്കെ അടുത്ത്, സ്കൂളിൻ്റെ ഒക്കെ അടുത്ത് ഇങ്ങനത്തെ ഫോൺ ബൂത്ത് കാണുമ്പോൾ ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഒരു രൂപ കോയിനൊക്കെ ഇട്ട് ഫോൺ വിളിച്ചിരുന്നൊരു കാലം എനിക്കുണ്ടായിരുന്നു, നിങ്ങളിൽ പലർക്കും ഉണ്ടായിരിക്കും അല്ലേ. ഈ ഫോൺ ബൂത്ത് കൂടാതെ ഇവിടെ ജപ്പാനിൽ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ബൂത്തുണ്ട്. അത് ഏത് സ്ഥലത്താണെന്നുള്ളത് ഞാൻ മറന്നുപോയി കേട്ടോ. അതൊരു ബ്ലാക്ക് ഫോൺ, ഇങ്ങനത്തെ ഒരു ഫോൺ ബൂത്ത് ഒരാൾ ഉണ്ടാക്കിയതാണ്. ആ ജപ്പാനിൽ ഒരു പ്രാവശ്യം ഇവിടെ സുനാമി വന്നിട്ട് ഒരുപാട് നാശനഷ്ടങ്ങളും ഒരുപാട് പേര് മരിക്കുകയും ചെയ്തപ്പോൾ ഒരാൾ ഫോൺ, ഇങ്ങനൊരു ബൂത്തും അവിടെ ഒരു ഫോണും വെച്ചു. എന്നിട്ട് ആളുടെ മരിച്ചുപോയ ആളുടെ റിലേറ്റീവ്സും ആൾക്കാരും എല്ലാം മരിച്ചുപോയി. അപ്പോൾ ആ ഫോണിൽ നിന്ന് ഈ മരിച്ചുപോയവരെ വിളിക്കുന്നതായിട്ട് സങ്കല്പിച്ച് ഇങ്ങനെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ആരും ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്തിട്ടില്ലായിരിക്കും. ആൾ ഇവിടുന്ന് അങ്ങോട്ട് വിളിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആരോ ഇങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്, ആളുടെ റിലേറ്റീവ്സ് കൂടെ ഉണ്ട്, അങ്ങനെ ഒരു ഫീല് തരാൻ വേണ്ടിയിട്ട് ആൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി അങ്ങനെ ഒരു ഫോൺ ബൂത്ത് ജപ്പാനിൽ ഒരു സ്ഥലത്തുണ്ട്. അത് പിന്നീട് ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷമത്തിലിരിക്കുന്ന ആൾക്കാർ, ഡിപ്രഷനിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, മാനസികമായിട്ട് അങ്ങനെ തകർന്നിരിക്കുമ്പോൾ അവർ ആ സ്ഥലത്ത് പോയിട്ട് ഈ ഫോൺ ബൂത്തിൽ പോയിട്ട് ഫോൺ വിളിച്ച് ഇങ്ങനെ സംസാരിക്കാറുണ്ട്. അതിപ്പോഴും ജപ്പാനിൽ ആ ഒരു ബൂത്ത് നിലനിൽക്കുന്നുണ്ട്. അത് സ്ഥലം എവിടെയാണെന്ന് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ആ ഫോൺ ബൂത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇപ്പോഴും പലരും ആരെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ മരിച്ചു പോകുമ്പോൾ എപ്പോഴും ഫേസ്ബുക്കിൽ കാണുന്നതാണ് ആ മരിച്ചു പോയവരുടെ പേര് പറഞ്ഞിട്ട് ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇടുന്നത്. ആ പോസ്റ്റ് കാണുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ആക്ച്വലി മരിച്ചുപോയ ഒരാളും ഫേസ്ബുക്ക് കയറി ഇത് കാണുന്നില്ല, ഇവർ വായിക്കുന്നില്ല. അപ്പോൾ ജീവനോടെ ഇരിക്കുമ്പോൾ പറയാൻ പറ്റാത്ത ഒരു കാര്യം മരിക്കുമ്പോൾ ഫേസ്ബുക്കിൽ എഴുതിയിട്ടൊരു കാര്യമല്ലോ. അപ്പോൾ പലരും ഇങ്ങനെ ആൾക്കാരോട് പറയാനായിട്ടല്ല, ഈ മരിച്ചുപോയ ആളോട് പറയാനായിട്ട് നമ്മളുടെ എൻ്റെ ഡിയർ വൺ ആയിരുന്നു, നിങ്ങൾ ഇങ്ങനെയായിരുന്നു എനിക്ക്, നിങ്ങളെ ഞാൻ മിസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മരിച്ചു പോയവരുടെ ഇൻ മെമ്മറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇടുന്ന ഒരുപാട് നോട്ട്സ് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു എന്താ പറയുക, നമ്മളുടെ ഒരു ബോഡിയുടെ ഒരു ഡിഫെൻസ് മെക്കാനിസം ആയിരിക്കും നമ്മൾ ആ ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു മെസ്സേജ് ഇടുമ്പോൾ ഇവർ കാണുന്നുണ്ട്, ഇവർ വായിക്കുന്നുണ്ട്, നമുക്ക് ആ മെസ്സേജ് അവരിലേക്ക് എത്തിക്കാൻ പറ്റിയെന്ന് നമ്മളെ തന്നെ വിശ്വസിപ്പിക്കുന്ന നമ്മുടെ തന്നെ ഒരു ഡിഫെൻസ് മെക്കാനിസമാണ് മേ ബി അത്. അങ്ങനെ ഒരു ഫോണും ഈ ജപ്പാനിലുണ്ട്. ഇനി ഞങ്ങൾ നേരെ വീട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.